ഒരു ബൈപ്പാസ് അത് വരുന്നതിനനുബന്ധിച്ച് ഒരു വീട് പൊളിക്കേണ്ടി വരുന്നു. അവിടെയുള്ള 3 കുട്ടികൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന കഥ. ഇത് നടക്കുമ്പോൾ കേരളത്തിൽ കുറേ ദേശീയവാദികൾക്ക് വിള്ളൽ വന്ന വാർത്തകൾ ഉണ്ടാവാണ്. കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ നാടകം മറ്റുള്ളവർ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ പൊളിറ്റിക്കലി പുതിയ വായനകൾ കൂടെ ഉണ്ടാവുന്നതായി തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ എന്തൊരു ഫോം ഓഫ് ആർട്ടാണെങ്കിലും അത് എനിക്ക് തോന്നുന്നത് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണെങ്കിൽ അതിന് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു റെലവൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് സിനിമകളിലും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെത്ര സത്യസന്ധമായിട്ട് നമുക്കറിയാവുന്നൊരു കഥ ജെന്യൂനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അത്ര അത് യൂണിവേഴ്സൽ ആയിക്കൊണ്ടേയിരിക്കും. അത് ആർട്ട് അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കാരണം മനുഷ്യജീവിതം എങ്ങനെ ബോധർ ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ പൊളിറ്റിക്സിനെ കാട്ടിലും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു വീടെന്ന് പറയുന്ന കോർ ഇമോഷൻ ശരിക്കും എന്താണ്, നമുക്ക് അത് മറ്റൊരാൾക്ക് നമ്മുടെ അടുത്തും തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റുമോ, അതോ അത് നമ്മുടേത് മാത്രമായിട്ട് എന്ന് നിൽക്കുന്ന ഒരു സാധനമാണോ, അതാണ് നമ്മൾ ശരിക്കും ടാക്കിൾ ചെയ്യാൻ നോക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനം ഏറ്റവും ദുർബലനായ മനുഷ്യനെയും പരിഗണിക്കപ്പെട്ടുകൊണ്ടുള്ള വികസനം ആവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം ചോദ്യം കേട്ട് ആലോചിച്ച് നോക്കുമ്പം അത് വന്നു പോകുന്നുണ്ടാവാം.